ഇങ്ങോട്ട് മാറിക്കോ. നിന്റെ അച്ഛന്റെ പ്രായമില്ലടാ. കുറ്റവാളികളെ മയിൽപീലി കൊണ്ട് തടവി ചോദ്യം ചെയ്ത് സുഖിപ്പിക്കാനല്ല സർക്കാർ എനിക്ക് ശമ്പളം തരുന്നത്. സുഖിപ്പിക്കണോന്ന് ഞാൻ പറയുന്നില്ല. അറ്റ്ലീസ്റ്റ് സാമാന്യ മര്യാദയെങ്കിലും കാണിക്കണ്ടേ? പോലീസുകാരെ മര്യാദ പഠിപ്പിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുവാണോ നീ? മര്യാദകേട് കണ്ട പ്രതികരിക്കുന്ന പൊതുജനത്തിൽ പെട്ടതാണ് സാറേ ഞാനും. 3 നേരം ഉണ്ണുന്നത് ചോറ് തന്നെയാ. അതുകൊണ്ട് ഇതുപോലുള്ള ചെറ്റത്തരം കണ്ട പ്രതികരിച്ചു എന്നിരിക്കും. എങ്കിൽ നല്ല ഇടിയും കിട്ടും. കാക്കിയിട്ടവന്റെ അടിയെന്ന് പറഞ്ഞ അധികാരത്തിന്റെ അഹങ്കാരത്തിന്റെ പവർ ഉണ്ടാവൂടാ. നിനക്കത് ചിലപ്പോ ഇപ്പൊ താങ്ങാൻ പറ്റിയെന്ന് വരില്ല. കാക്കി എന്നാടാ നിനക്കുണ്ടായത്? നീ നിന്റെ അടിയുടെ പവറിനെ കുറിച്ച് പറഞ്ഞല്ലോ. കോളേജ് ഇലക്ഷന്റെ തലേന്ന് സ്റ്റാച്യു ജംഗ്ഷനില് ആർട്സ് കോളേജിലെ പൂച്ചാണ്ട് സുനിലും കൂട്ടരും നിന്നെ വളഞ്ഞിട്ട് തല്ലിയപ്പോ നീ ഇപ്പൊ പറഞ്ഞ ഇടിയുടെ പവറൊന്നും ഞാനന്ന് കണ്ടില്ലല്ലോ. ഓ, അന്ന് നിനക്ക് കാക്കിയില്ലല്ലോ അല്ലേ? കാക്കി ഇട്ടാ മാത്രം ബലം വെക്കുന്ന നിന്റെ മുഷ്ടിയുടെ പവറ് അടിതടവ് പഠിച്ച ആണുങ്ങളുടെ മുമ്പിൽ നീ എടുക്കരുത്. എടുത്ത മുന്നും പിന്നും നോക്കില്ല. ഇരുട്ടത്ത് പതിയിരുന്ന് തീച്ചാങ്കത്തി കയറ്റും പിള്ളേര്. പറഞ്ഞില്ലാന്ന് വേണ്ട. ശിവ, ഇത് കളക്ടർ ശാലിനി മേഡം തന്ന പരാതിയാണ്. ഇതിൽ നീയേ ഇടപെടണ്ട. പരാതിയല്ലേ തന്നത്? അല്ലാതെ കുറ്റവാളിയാണെന്നും പറഞ്ഞ് തറപ്പിച്ചെഴുതി ഒപ്പിട്ട് തന്നിട്ടൊന്നുമില്ലല്ലോ. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാം. അതിലൊരു മര്യാദ വേണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ആ ഫോൺ കൊണ്ടോടാ. ശരി സാർ. സാർ. ഹലോ, ശരി, ഓക്കെ. എല്ലാം തീർന്നെന്ന് വിചാരിക്കണ്ട. എന്റെ ചോദ്യത്തിന് കൃത്യമായിട്ട് ഉത്തരം കിട്ടുന്നത് വരെ ഞാൻ ഇനിയും വരും. പിന്നെ എപ്പോഴും ഇതുപോലെ വലിഞ്ഞു കയറി വന്നിട്ടുള്ള അംഗരക്ഷകന്മാരൊന്നും കാണില്ല. അതുകൊണ്ട് സത്യം സത്യമായിട്ട് പറഞ്ഞ് തടിയൂരാൻ നോക്ക്. ഇല്ലെങ്കിൽ തെറ്റയിൽ മുഹമ്മദ് റസാഖിന്റെ തനി കൊണം താൻ കാണും. കേട്ടോ? പോട്ടടാ അലവലാതി.